കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹിതപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കായി തന്നിരിക്കുന്ന വചനം 55-ാം സങ്കീർത്തനം അതിൻ്റെ 17-ാം വാക്യം. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കർത്താവ് തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഏവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 നേരം കരയുക, കരഞ്ഞ് പ്രാർത്ഥിക്കുക, അതൊരു പ്രത്യേക അനുഭവമാണ്. ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എൻ്റെ സങ്കടം ദൈവത്തോട് ബോധിപ്പിച്ച് കരയും. ഒരു രാജാവ് എന്തിനാണ് കരയുന്നത്? സകല മനുഷ്യരുടെയും ജീവിതത്തിലെ ഒരു സ്വപ്നമാണ് ഒരു രാജ്യത്തിൻ്റെ രാജാവാകുക. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഭരണാധികാരിയാകുവാൻ അവർ കഴിക്കുന്ന പാടുകൾ, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ പ്രയത്നങ്ങൾ, അവരുടെ കുബുദ്ധികൾ, ഏതെല്ലാം തന്ത്രങ്ങളിലും മന്ത്രങ്ങളിലുമൊക്കെയാണ് ഈ ഭരണത്തിലെത്തുന്നത്. കാരണം എന്താണെന്നറിയാമോ? കരയാത്ത മനുഷ്യരായി ജീവിക്കാൻ ഉള്ളതായ ഒരു മോഹം. ഏതൊരു മനുഷ്യർക്കും ഒരു ബിസിനസ്സുകാരനായി ഉയർന്നവനായി നിൽക്കുവാൻ ആഗ്രഹമുണ്ട്. കാരണം അവൻ്റെ ജീവിതത്തിൽ ഒരു മോഹം, ഒരിക്കൽ പോലും കരയാതിരിക്കണം. എല്ലാ മനുഷ്യർക്കും, പഠിച്ച വിദ്യാഭ്യാസം ചെയ്ത മനുഷ്യർക്കെല്ലാം ഒരാഗ്രഹം, നല്ല ജോലി വാങ്ങിക്കണം. എന്തിനാണ് ഈ നല്ല ജോലി വാങ്ങുന്നത്? ഒരിക്കലും കരയാതെ ജീവിക്കുവാനുള്ള മോഹം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നാൽ ഒരു മനുഷ്യൻ, ഒരു രാജ്യത്തിൻ്റെ രാജാവ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ ഉയരാവുന്ന ഏറ്റവും വലിയ ഉയർച്ച ഭാഗമാണ് ആ രാജ്യത്തെ രാജാവാകുക, ഭരണാധികാരിയാകുക. ആ രാജാവാണ് ആ രാജ്യത്തിൻ്റെ പ്രധാന വ്യക്തി, പ്രധാന പൗരൻ. അദ്ദേഹത്തിൻ്റെ അധികാരത്തിന് കീഴിലാണ് സകലതും. കൊട്ടാരവും രാജ്യവും പ്രജകളും സകലതും രാജാവിൻ്റെ ഭരണത്തിന് കീഴിൽ വരുന്നു. താൻ പോകുവാൻ പറയുമ്പോൾ പോകുവാനും, വരുവാൻ കൽപ്പിക്കുമ്പോൾ വരുവാനും പതിനായിരങ്ങൾ ആ രാജ്യത്തെ പ്രജകളെല്ലാം തന്നെ സന്നദ്ധമാകും നിയമപ്രകാരം. അത്ര വലിയ വാക്കിൻ്റെ ബലം, ആ വാക്കുകളുടെ ബലത്തോടെയും അധികാരത്തോടെയും ജീവിക്കുവാനുള്ള മോഹം മനുഷ്യർക്കെല്ലാവർക്കുമുണ്ട്. അങ്ങനെ ഇതാ ദാവീദ് രാജാവും തൻ്റെ ജീവിതത്തിൽ ഇസ്രായേലിൻ്റെ ഒരു രാജാവായി. മഹത്വമുള്ള രാജാവ്, സാമർഥ്യമുള്ള മനുഷ്യൻ, ഭരണ സാമർഥ്യവും യുദ്ധസാമർഥ്യവും തന്ത്രങ്ങളും മന്ത്രങ്ങളുമെല്ലാം തൻ്റെ ജീവിതത്തിൽ ഉണ്ട്. തന്നെ ഒന്നിനും മാറ്റി നിർത്തേണ്ട ഒരു സംഗീതജ്ഞൻ, ആ സംഗീതം കമ്പോസ് ചെയ്യുന്ന സംഗീത പ്രമാണി, രാജാവ് ഒരു വേട്ടയാടുവാൻ പോകുമ്പോൾ വളരെ സമർത്ഥമായി വേട്ടയാടുവാനുള്ള കഴിവ്, യുദ്ധത്തിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, ആ യുദ്ധത്തിൻ്റെ തന്ത്രങ്ങളെല്ലാം തൻ്റെ കൂടെയുള്ള യോദ്ധാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നവൻ, ഭരണ സംവിധാനത്തിൽ ഏറ്റവും മികവുള്ളവൻ എന്നു വേണ്ട, അക്കാലത്ത് തൻ്റെ സഹോദരന്മാരുടെയും തൻ്റെ കൂട്ടുകാരുടെയും ആ ദേശവാസികളുടെയും ഒക്കെ ഇടയിൽ വെച്ച് ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തിൽ പ്രാപിക്കാവുന്ന ഉയർച്ചയുടെ ഏറ്റവും പരമോന്നത പാദത്തിൽ താൻ എത്തി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇതാ, അങ്ങനെ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഉന്നതമായ ഒരു പദവിയിലെത്തിയിട്ടും തൻ്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് താൻ സാക്ഷ്യം പറയുകയാണ്. ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കരയും. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു രാജ്യത്തിൻ്റെ രാജാവായാൽ എത്ര നേരം കരയും? കേവലം ഒരു നേരമെങ്കിലും കരയുമോ? മാസത്തിലൊരിക്കലെങ്കിലും കരയുമോ? വർഷത്തിലൊരിക്കലെങ്കിലും കരയുമോ? ഇല്ല. നമ്മൾ കരയുവാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മൾ ചിരിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരു രാജാവിനെ ചിരിപ്പിക്കുവാൻ അല്ലെങ്കിൽ പല തമാശകളും പല
ആ നാടൻ കളികളുമൊക്കെ തൻ്റെ മുൻപിൽ വന്ന് കളിച്ച് കാണിച്ച് തന്നെ ചിരിപ്പിക്കുവാനും രസിപ്പിക്കുവാനും രായസക്കാർ കൊട്ടാരങ്ങളിലെല്ലാം ഉണ്ട്. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഈ രാജാവിനെ നല്ലതുപോലെ ചിരിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. തൻ്റെ ഹൃദയം ഒരിക്കലും ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ, ചിന്താകുലനാകാതെ താൻ ധൈര്യത്തോടെ ആയുസ്സോടെ ഇരിക്കണം. അങ്ങനെ ഒരു രാജാവ് സിംഹാസനത്തിൽ ഇത്ര സന്തോഷവാനായി ഇരിക്കുമ്പോഴാണ് ആ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയും ഉയർച്ചയും. ഇവിടെ ഈ ദാവീദ് രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഈ അനുഭവങ്ങളിൽ നിന്നെല്ലാം വിമുക്തനായി താൻ സന്ധ്യാസമയത്ത് ദൈവസന്നിധിയിൽ ചെന്ന് താൻ പറയുന്ന ഒരനുഭവം, ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കരഞ്ഞ് പ്രാർത്ഥിക്കും, ദൈവം എൻ്റെ നിലവിളി കേൾക്കും. പ്രിയരെ, ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, ചിലത് കരഞ്ഞ് തന്നെ പ്രാർത്ഥിക്കണം. അതെന്തിനാണ് കരഞ്ഞ് തന്നെ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിന് നമ്മുടെ കണ്ണുനീര് കാണുന്നത് ഇഷ്ടമാണോ? സങ്കടം കാണുന്നത് ഇഷ്ടമാണോ? അല്ല. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്നതായ കണ്ണുനീര് നമ്മുടെ ആ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ ആവശ്യകത എത്രത്തോളം സാന്ദ്രതയുള്ളതാണെന്ന് ദൈവസന്നിധിയിൽ ഒരു കൺഫർമേഷൻ. യെസ്, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്തെങ്കിലും ഒരു പഴിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ആരെയെങ്കിലും പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും, ഇല്ലെങ്കിൽ ദൈവത്തെ കോപിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് കളയാം, ദൈവം കോപിച്ചെങ്കിലോ, ഭയം കിട്ടാതിരിക്കാൻ അല്ലെങ്കിൽ പേടി കിട്ടാതിരിക്കാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ന് വേണ്ട പല രീതിയിലുള്ള പ്രാർത്ഥനയുണ്ട്. ട്രഡീഷനായിട്ട് പാരമ്പര്യമായിട്ട് പള്ളിയിൽ പോയി നമുക്കറിയാവുന്ന പാട്ടുകളും നമുക്കറിയാവുന്ന പ്രാർത്ഥനകളും മനഃപ്പാഠമാക്കി പറഞ്ഞു പോരുന്നവരുമുണ്ട്. അതും പ്രാർത്ഥനയാണ്. എന്നാൽ നമുക്കിവിടെ വായിച്ചതായ വേദഭാഗത്തിൽ ദാവീദ് പറയുന്നു, ഞാൻ 3 നേരം കരയുന്നു, എൻ്റെ സങ്കടങ്ങളെ ബോധിപ്പിക്കുന്നു, അവൻ അത് കേൾക്കുന്നു. ദൈവം പ്രാർത്ഥന കേൾക്കുന്നു എന്ന് ബോധ്യപ്പെട്ട മനുഷ്യനാണ് ദാവീദ്. തൻ്റെ പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി അടയാളമായി അനേക അനുഭവങ്ങളോടുകൂടെ ബുദ്ധിയുപദേശങ്ങളോടുകൂടെ വരും തലമുറയ്ക്ക് അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം എഴുതി വച്ചിട്ടുള്ള ഭക്തന്മാർ വളരെ ചുരുക്കമാണ്. ദാവീദ് നമ്മുടെ ജീവിതത്തിൽ ഒരനുഗ്രഹമാണ്. കാരണം ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷം, നമുക്ക് തന്നെ ഏത് രോഗിക്കും ബലഹീനനും ആ സന്തോഷം ഉണ്ടാകുന്നു, പെട്ടെന്നുണ്ടാകും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവിടെ ഇതാ ദാവീദ് പറയുന്നു, ഞാൻ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഒരു കൺഫർമേഷൻ ലഭിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയും അപേക്ഷയും ദൈവം കേട്ടു. അതേ അധ്യായത്തിൻ്റെ പിന്നീടുള്ളതായ വാക്യങ്ങൾ വയ്ക്കുമ്പോൾ 22-ാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, നിൻ്റെ ഭാരം യഹോവയിന്മേൽ വയ്ക്കുക, അവൻ അത് നിർവഹിച്ചു കൊള്ളും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അവൻ നിന്നെ പുലർത്തും. നിർവഹിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരം പുലരുവാനുള്ള ഭാരമായിരിക്കണം. പലപ്പോഴും നമ്മൾ ദൈവത്തെ ഏൽപ്പിക്കുന്ന ഭാരം നമ്മുടെ മോഹങ്ങളുടെ വലിയൊരു പരമ്പരയാണ്, നമ്മുടെ ആഗ്രഹങ്ങളുടെ പരമ്പരയാണ്, ആവശ്യങ്ങളുടെ പരമ്പരയാണ്. എന്നാൽ ദാവീദ് ഇവിടെ പറയുന്നത്, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ സമ്മതിക്കുകയില്ല. ഒരു മനുഷ്യൻ പുലർന്നിരിക്കുവാൻ, പുലരുവാൻ, ജീവിക്കുവാൻ, ജീവനുള്ളവരുടെ ദേശത്ത് നിലനിൽക്കുവാൻ, അനേകരുടെ മുൻപിൽ ഒരു ചരിക്കുന്നവനായിരിക്കുവാൻ ദൈവസന്നിധിയിൽ തൻ്റെ ഭാരം വഹിക്കുന്നു. ജീവിതത്തിൽ ദൈവത്തെ ഏൽപ്പിക്കുന്ന ഭാരങ്ങൾക്കെല്ലാം വ്യത്യാസം. ദൈവം ആ ഭാരം ഏറ്റെടുക്കുമ്പോൾ തന്നെ ഒരു ഭാരം ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുചെല്ലുമ്പോൾ ദൈവം ആ ഭാരത്തെ ഒന്ന് നോക്കും, ഒന്ന് ശ്രദ്ധിച്ച് നോക്കും. എങ്ങനെയുള്ള ഭാരമാണ്? വ്യക്തിപരമായ ആഗ്രഹങ്ങളുടെ ഭാരമാണോ? ആവശ്യങ്ങളുടെ ഭാരമാണോ? എന്നാൽ ചില ഭാരമേറിയ വസ്തുതകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന്
അണപൊട്ടി ഒഴുകുന്നത് പോലെ കണ്ണുനീർ ഒഴുകും. അങ്ങനെ പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥന ദൈവം പെട്ടെന്ന് വന്ന് ചെവിക്കൊള്ളും. കാരണം എന്താണെന്നറിയാം, ആ വിഷയം നമ്മെ എത്രമാത്രം കഠിനമായി ഭാരപ്പെടുത്തുന്നു എന്ന് ദൈവം തിരിച്ചറിയുന്നത് നമ്മുടെ കണ്ണുനീര് കണ്ടുകൊണ്ടാണ്, നമ്മുടെ നിലവിളി കേട്ടും കൊണ്ടാണ്. നാം ആവശ്യക്കാരനാണെന്നുള്ളതായ ഒരു ബോധം ദൈവത്തിനുണ്ടാകുന്നു. പലരും പല പോരായ്മകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അതിനെ നികത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പലരും മറ്റുള്ളവരെ കാണിക്കുവാൻ പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള പ്രാർത്ഥന ഓരോ ദിവസം തോറും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. ദൈവത്തിൻ്റെ വചനം ഈ പ്രഭാതത്തിൽ നമ്മെ ധരിപ്പിക്കുന്നത് നാം സാധാരണയായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ചല്ല. വ്യക്തിപരമായി നമുക്ക് 3 നേരത്തെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നമുക്ക് 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ്, അതിൽ കൂടിയ നിമിഷമെങ്കിൽ അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിനക്ക് ലഭിക്കുന്നതായ സന്ദർഭങ്ങളൊക്കെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉള്ളതാണെന്ന് ഉള്ള ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ ആ ബോധ്യം നമ്മളെ അത്ഭുതകരമായ ചില പാതകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ചില വിഷയങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വൃഥാവായി പോകുകയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീതിമാൻ കുലുങ്ങുവാൻ അവൻ സമ്മതിക്കുകയില്ല. ഒരു നീതിമാന് മാത്രമേ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കാൻ കഴിയൂ. ബാക്കിയുള്ളവരെല്ലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വെറും അല്ലെങ്കിൽ പ്രഹസനം മാത്രം പോലെ, അല്ലെങ്കിൽ ഒരു കടപ്പാട് പോലെ, ഒരു കടമ പോലെ അവരുടെ പ്രാർത്ഥന ആയിരിക്കുമ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ ഇതാ കണ്ണുനീരൊഴുക്കുന്നു. 3 നേരം കണ്ണുനീരൊഴുക്കുന്നു. രാജാക്കന്മാർ കണ്ണുനീരൊഴുക്കുന്നു, പ്രമുഖന്മാർ കണ്ണുനീരൊഴുക്കുന്നു. ആ പ്രാർത്ഥന ദൈവം കേൾക്കും. ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവം ഉത്തരമരുളും. ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവം ചില പ്രവൃത്തികളെല്ലാം ചെയ്യും. ഇന്നിന്ന പോലെ ചെയ്യുവാൻ പലരെയും ബുദ്ധി ഉപദേശിക്കും. ഇന്നിന്നവരോട് സംസാരിക്കുവാൻ ദൈവം ബുദ്ധി ഉപദേശിക്കും. അങ്ങനെ ഉപദേശിക്കപ്പെടുന്നതായ ബുദ്ധിയിലുള്ളതായ പ്രാർത്ഥന തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ വിലയേറിയതായി അത് ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണെന്ന് നമ്മുടെ ജീവിതത്തിൽ പിന്നീട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവവചനം നമ്മോട് സംസാരിക്കുന്നതായ ഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് പകൽക്കാലം ദൈവവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് വിലയേറിയ ഒരു സമയം കൂടെ ദാനമായി തന്നല്ലോ. നോക്കൂ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വയ്ക്കുക, അവൻ നിന്നെ പുലർത്തും എന്ന് അതിൻ്റെ 17-ാം വാക്യത്തിൽ ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയുന്നു. നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളെ ദൈവത്തോട് ബോധിപ്പിച്ച് പറയുമ്പോൾ, നമ്മുടെ കണ്ണിൽ നിന്നും അശ്രുക്കൾ പൊഴിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ചില ഉത്തരവ് കൊടുത്തെങ്കിലേ മതിയാകൂ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ഭാരമുണ്ടാകും. ആ ഭാരത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമക്കൾ തരുന്നതായ ഭാരം, ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുവാനുള്ള ഭാരം, ദൈവം അതിന് യോഗ്യരാക്കി നമ്മെ തിരഞ്ഞെടുത്തല്ലോ, നമ്മെ ഉത്തരവാദിത്തപ്പെടുത്തിയല്ലോ. ദൈവത്തിൻ്റെ മഹാദയയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ നാം കേട്ടതായ തിരുവചനം അനേകർക്ക് സത്യവചനമായി അനേകരുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുമാറ്, സഹായം ലഭിക്കുമാറ് ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.